ആദ്യം റെസ്റ്റിറ്റ്യൂഷൻ, എന്നിട്ട് മതിയത്രേ ശുശ്രൂഷ. എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ? സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞിട്ട് 4 മാസങ്ങൾ കഴിഞ്ഞു. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കർദിനാൾ എന്ന നിലയിൽ മാർ ജോർജ് ആലഞ്ചേരി തുടരുകയും പുരോഹിതൻ എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായ ശുശ്രൂഷകൾ വിശ്വാസികളോടൊപ്പം ചേർന്ന് അദ്ദേഹം നിർവഹിച്ചു വരികയും ചെയ്യുന്നു. കാര്യങ്ങൾ സമാധാനപരമായി നീങ്ങുന്നത് അസഹ്യമായി അനുഭവപ്പെടുന്നവർ തങ്ങളുടെ സ്വഭാവത്തിന് ചേർന്ന വിധത്തിൽ അടുത്ത നടപടികൾ ആസൂത്രണം ചെയ്യുകയാണ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജരേഖ നിർമ്മിച്ച് കട്ടിൽ സമരങ്ങൾ നടത്തി കോലങ്ങൾ കത്തിച്ച് ഒരു സഭയെ സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചവർ അവരുടെ ആത്മസംതൃപ്തിക്കായുള്ള അടുത്ത നടപടി ആരംഭിക്കുന്നതായി സമൂഹ മാധ്യമങ്ങൾ കൂടെ അറിയിക്കുന്നു. കർദിനാളിനെ വഴിയിൽ തടയുമത്രേ. എന്തിന്? ആദ്യം റെസ്റ്റിറ്റ്യൂഷൻ, എന്നിട്ട് മതിയത്രേ ശുശ്രൂഷ. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു സഭയെ മുഴുവൻ പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തിയ ദൈവവിശ്വാസമില്ലാത്ത വിമത പുരോഹിത വേഷധാരികൾക്ക് മാർ ആലഞ്ചേരി പിതാവിനോടുള്ള പക ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതിനാൽ എറണാകുളം വിമതർ പാടി നടക്കുന്ന റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ഭൂമിയുടെ വില പൂർണ്ണമായി ലഭിക്കാതെ വസ്തു രജിസ്റ്റർ ചെയ്ത് നൽകിയത് മൂലം 18 കോടി രൂപ ലഭിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതിരൂപതയ്ക്ക് ലഭിക്കുവാനുള്ള പണത്തിന്റെ പകരമായി കോട്ടപ്പടിയിലും ദേവികുളത്തും ഈടായി വസ്തുക്കൾ എഴുതി വാങ്ങി രജിസ്റ്റർ ചെയ്ത് ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് നടന്നെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. 29/11/2017 കൂടിയ വൈദിക സമിതി യോഗത്തിൽ വലിയ ബഹളമുണ്ടായി. ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ഫാദർ ബെന്നി മാരാമ്പറമ്പിലായിരുന്നു. ബെന്നി അച്ഛൻ തന്നെ ഇത് അന്വേഷിക്കൂ എന്ന് അധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പറഞ്ഞതോടെ ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ തുറന്നു. ഭൂമി വിൽപ്പനയിൽ 100 കോടി രൂപ അതിരൂപതയ്ക്ക് നഷ്ടം വന്നുവെന്ന് ഈ കമ്മീഷൻ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിശ്വാസികളെന്ന് പറഞ്ഞ് കോടതിയിൽ പോയവരിലൂടെ ഈ കാര്യം പരാതിയായി എത്തിയപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് പരാതി അന്വേഷിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ക്രമക്കേടൊന്നും നടന്നിട്ടില്ല എന്നും ലഭിക്കുവാനുള്ള പണത്തിന്റെ പകരം ഈടായി ലഭിച്ച വസ്തുവിന്റെ വില കണക്കാക്കിയാൽ അതിരൂപതയ്ക്ക് ലാഭമുണ്ടായെന്നും അതിനാൽ ഈ കേസ് റദ്ദാക്കണമെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ സമയത്ത് തന്നെ വത്തിക്കാന്റെ നിർദ്ദേശം അനുസരിച്ച് ഇക്കാര്യം അന്വേഷിച്ച KPMG എന്ന ഏജൻസിയുടെ അന്വേഷണത്തിൽ അതിരൂപതയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും മെത്രാപ്പോലിത്തയും സഹായ മെത്രാനും ജാഗ്രത കാട്ടിയില്ലെന്നും കണ്ടെത്തി. അന്നത്തെ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ജേക്കബ് മാനത്തോടത്ത് റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചുള്ള ഈ വിഷയത്തിൽ വത്തിക്കാന്റെ തീരുമാനം 26/6/2019 അതിരൂപതയെ അറിയിച്ചു. വസ്തു വിൽപ്പനയിൽ ലഭിക്കാനുള്ള ബാക്കി തുക ഈടായി ലഭിച്ച വസ്തു വിൽപ്പന നടത്തി വീണ്ടെടുക്കുക എന്നാണ് പൗരസ്ത്യ തിരുസംഘം ആവശ്യപ്പെട്ടത്. ഈട് വസ്തുക്കൾ നൽകിയ ആള് തന്നെ ഈടുകൾ 35 കോടി രൂപ നൽകി തിരികെ എടുത്തോളാമെന്ന് മാർ ജേക്കബ് മാനത്തോടത്തിനെ അറിയിച്ചു. എന്നാൽ ഈടായി ലഭിച്ച വസ്തുക്കൾ വിൽപ്പന നടത്തുവാൻ അതിരൂപതയുടെ ആലോചന സമിതി അനുവാദം നൽകിയിട്ടില്ല. ഇതിന് നൽകിയ കാരണം വിചിത്രമാണ്. അതിരൂപത അനുഭവിച്ച വേദനയുടെ ഓർമ്മയായി ഈ വസ്തുക്കൾ അതിരൂപതയുടെ ഭാഗമായി ഇരിക്കുന്നത് നന്നായിരിക്കുമെന്നായിരുന്നു അതിരൂപതയുടെ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ഈട് വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിക്കാനുള്ള പണം വീണ്ടെടുക്കുക എന്ന നിർദ്ദേശം പൗരസ്ത്യ തിരുസംഘം നൽകിയത്. അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇതിനെയാണ് മാർപ്പാപ്പ ആലഞ്ചേരി പിതാവിനോട് റെസ്റ്റിറ്റ്യൂഷൻ നടത്തുവാൻ ആവശ്യപ്പെട്ടു എന്ന് വിമത വൈദികർ ദുർവ്യാഖ്യാനം ചെയ്ത് വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. ഈ ദുർവ്യാഖ്യാനം വ്യാപകമായി പ്രചരിക്കപ്പെട്ടപ്പോൾ പൗരസ്ത്യ തിരുസംഘം 21/6/2021 അന്നത്തെ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയലിന് അയച്ച കത്തിൽ വ്യക്തമായി എഴുതി. ഇതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ നുണകളെല്ലാം രൂപപ്പെടുന്നതും പ്രചരിപ്പിക്കുന്നതും എല്ലാം ഈ അതിരൂപതയിലെ പുരോഹിതർ തന്നെയാണെന്നുള്ള അതിശയിപ്പിക്കുന്ന വസ്തുതയാണ്. നുണപ്രചാരണം കൊണ്ട് ലക്ഷ്യം നേടുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വിമത വൈദികർ അടുത്ത മാർഗം നേടി. പൗരസ്ത്യ തിരുസംഘത്തിന്റെ തീരുമാനത്തിനെതിരെ വത്തിക്കാന്റെ പരമോന്നത കോടതിയായ സിഗ്നറ്റോറ അപ്പസ്തോലിക്കയിൽ അപ്പീൽ നൽകുക. 31/1/2023 പുറപ്പെടുവിച്ച വിധിയിലൂടെ സിഗ്നറ്റോറ അപ്പസ്തോലിക്ക അപ്പീൽ തള്ളുകയും പൗരസ്ത്യ തിരുസംഘം നൽകിയ തീരുമാനം മാറ്റേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം കൃത്യമായി നൽകപ്പെട്ടിട്ടും ഇപ്പോഴും മാർപ്പാപ്പ പറഞ്ഞ റെസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് സ്വയം ആത്മസംതൃപ്തി നേടുവാനും സാധിക്കുന്നിടത്തോളം വിശ്വാസികളിൽ സംശയം വളർത്താനും വിമത വേതാളങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശ്രമങ്ങൾ തുടരുന്നു. അവർ തങ്ങളുടെ വേലകൾ തുടരട്ടെ. വിശ്വാസികൾ അവരുടെ വലയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക.